കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം നിത്യഹരിതമായി നിലനിർത്താൻ വൃക്ഷം നട്ട് പരിപാലിക്കുകയാണ് മട്ടന്നൂർ സ്വദേശിയായ കാഞ്ഞിലേരി ഉണ്ണികൃഷ്ണൻ. 2 വർഷം മുൻപാണ് ഉണ്ണികൃഷ്ണൻ മാവിൻ തൈകൾ അക്കരെ ക്ഷേത്രത്തിൽ നട്ടുപിടിപ്പിച്ചത്. 15 വർഷമായി കൊട്ടിയൂരിൽ സേവനമനുഷ്ഠിച്ചു വരുന്ന സേവകനായ മട്ടന്നൂർ കാഞ്ഞിലേരി സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ 3 വർഷം മുൻപാണ് 2 മാവിൻ തൈകൾ അക്കരെ ക്ഷേത്രത്തിൽ നട്ടുപിടിപ്പിച്ചത്. പടിഞ്ഞാറ് നടയ്ക്ക് സമീപവും നടുക്കുനിയിലുമാണ് മാവിൻ തൈകൾ നട്ടത്. ഒരു മരം നടുന്നതിനേക്കാൾ പ്രയാസമാണ് അതിനെ പരിപാലിച്ചു വളർത്തിയെടുക്കുക എന്നത്. കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിൽ താൻ നട്ട മാവിൻ തൈക്ക് വേണ്ട വളങ്ങളും വെള്ളവും നൽകി പരിപാലിച്ചു. അത് ഈ വർഷവും തുടരുന്നു. കൊട്ടിയൂർ അമ്പലം പറഞ്ഞാൽ ആദ്യ സമയത്ത് ഞാൻ സേവനത്തിനായിട്ടാണ് ഇവിടെ വന്നത്. സേവനം ചെയ്തും ഡ്യൂട്ടിയായും ഏകദേശം 15 വർഷത്തിന് മുകളിലായി. അങ്ങനെയാണ് ഒരു മനസ്സിൽ ഒരാഗ്രഹം തോന്നി. 2 കൊല്ലത്തിന് ശേഷം 2 കൊല്ലത്തിന് മുമ്പ് ഒരു 2 മാവിൻ തൈ ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചു. അത് വെച്ച് പിടിപ്പിച്ചാൽ പോരാ, നമുക്ക് പരിപാലിക്കണം. ഓരോ കൊല്ലം കൂടുമ്പോഴും നീരൊഴുക്കത്തിൻ്റെ സമയത്ത് നേരത്തെ വന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനെ എങ്ങനെ പരിപാലിക്കുന്നോ അതേ രീതിയിലേ അത് മുന്നോട്ട് പോകും. ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ കൊട്ടിയൂർ ക്ഷേത്ര പരിസരങ്ങളിലും അതേപോലെ നടുക്കുനിയിലും മറ്റുമായിട്ട് ഇദ്ദേഹം ഈ ചെടികൾ നട്ട് വളർത്തുകയാണ്. എങ്ങനെ കാവുകളെ സംരക്ഷിക്കാം എന്നതിനുള്ള ഒരു മികച്ച മാതൃകയാണ് കാഞ്ഞിലേരി ഉണ്ണികൃഷ്ണൻ. വൈശാഖ മഹോത്സവകാലത്ത് മാത്രമാണ് ആളുകൾക്ക് അക്കരെ സന്നിധിയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അതുകൊണ്ടുതന്നെ ആ കാലയളവിൽ നല്ല രീതിയിൽ തന്നെ മാവിൻ തൈകളെ പരിപാലിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.